കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതിനായി ഇന്ന് കരിമീനാണ് എടുത്തിട്ടുള്ളത്. മസാല തേച്ച വീഡിയോ എല്ലാം സ്കിപ്പായിപ്പോയി. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമെന്ന് ഊഹിച്ചതല്ല. വീഡിയോ മസാലയെല്ലാം പുരട്ടിയ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നാലൊരു വീഡിയോ ആയാലോ. അങ്ങനെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് നമ്മുടെ കരിമീനാണ് പോയി കാണുന്നത്. അതിനെ നല്ല വെളിച്ചെണ്ണ തൂവി അതിലൊരു 2 കറിവേപ്പില പൊട്ടിച്ച ശേഷം അത് മെല്ലെ വെച്ചു. എങ്ങനെ വേണോ വയ്ക്കാം, മീനിന് നോവില്ലല്ലോ ഇനി. വലിയ പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയെല്ലാം ഏകദേശം ഒതുക്കി. കാരണം മീൻ കഴിക്കുന്നവർക്ക് മീനല്ലേ പറ്റുള്ളൂ. ഞാൻ ഏകദേശം ഫിഷ് ലവറാണ്. എനിക്ക് അധികം ഇറച്ചി ഒരു ദിവസത്തേക്ക് ഇഷ്ടം. വീണ്ടും കഴിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ, അതെല്ലാം നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ ഇളക്കിയെടുത്താണ് ട്വിസ്റ്റ്. ഞാൻ ഈ വക സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇളക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടിയത്. ഒരു വിധത്തിൽ ഇളകി വരുന്നില്ല. എന്നാലത് വരണടുത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ വീണ്ടും അത് ട്രൈ ചെയ്തു. പക്ഷേ എൻ്റെ ട്രൈ മാത്രം സഫലമായില്ല. അതിൻ്റെ അവസ്ഥ ഏകദേശം ഇതായിരുന്നു. ഞാൻ നാട്ടുകാരെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്ത്, അവരെനിക്ക് കൊടുത്തത് എന്ത് എന്ന് തമിഴിൽ പറയണമെന്നുണ്ട്. എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഫൈനലി റെഡിയാക്കിയെടുത്ത നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ ആ ഡെവലപ്പ് ആ സുന്ദര കുട്ടനാക്കി വെച്ച ഒരു കരിമീനാണ്. ഇതിനിടയിൽ ഞാൻ എൻ്റെ വക ഏകദേശം കുറച്ച് പട്ടിഷോയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഓൺ വോയിസ് നൽകുന്നു. ഇതാണ് ഫൈനലി എൻ്റെ മീനിൻ്റെ അവസ്ഥ. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എങ്ങനെയൊക്കെയോ അത് ആക്കണമെന്ന്. 2-3 സവാളകൾ ടൊമാറ്റോകൾ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് തമ്പനയിൽ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ചത്ത കിളിക്കുന്നതിന് ഇനി കൂടെ ഇനി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. എനിക്ക് ഏകദേശം വിഷമമുണ്ട്. ഞാൻ പുറത്ത് കാണിക്കുന്നില്ല. ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.